അജിയാൻഡി ഏത് സ്ഥിതിയിലാണ് ജോലി ചെയ്തത്? ആരും ഹെൽപ്പ് ചെയ്തു പ്ലീസ്. ജെസ്സി പറഞ്ഞു തെറ്റിപ്പോയി, കേട്ടോ തെറ്റി. അടുത്ത വേറെന്നാന്ന് പറഞ്ഞടാ. പറഞ്ഞു കൊടുത്ത ആൾക്ക് ഒരു ചെറിയ പണിഷ്മെന്റ്. അപ്പൊ രണ്ടുപേരും പോരാ? രണ്ടുപേരും പോന്നു. രണ്ടുപേരുള്ളവരെ എനിക്ക് വളരെ നല്ലൊരു പിക്ക് കിട്ടി. ഒരു പുരവും മറ്റൊരു പുരയും ഫാൻ പറഞ്ഞു. ഞങ്ങളോട് ഒരു പ്രോഗ്രാം ആവശ്യപ്പെട്ടിരുന്നു തോമസ് ഊട്ടി മുരളീസ് ഊട്ടി 25th വെഡിങ് ആനിവേഴ്സറിയിൽ. എനിക്ക് ഓർമ്മ വരുന്നത് ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠന്റെ വിവാഹവും. അദ്ദേഹത്തിനും ഇതുപോലെ 2 മക്കളുണ്ട്, സ്മാർട്ടായിട്ടുള്ള. അപ്പൊ ഏകദേശം സെയിം പ്രായം. ആദ്യമായിട്ട് എന്റെയും കുടുംബത്തിന്റെയും ആശംസകൾ. ഇനി ഒരു ഗോൾഡൻ ആനിവേഴ്സറിക്ക് അടുത്ത് വരവിനായിട്ട് എൻ്റെ മോള് പറഞ്ഞ പോലെ വരാനുള്ള എല്ലാ ദൈവിക അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടാണ് ഞാൻ ഏറ്റിരുന്നത്. ഇത്രയും നല്ല പ്രോഗ്രാം നടക്കുമ്പോൾ പാടി ഇത്രയും നല്ലൊരു സദസ്സിനെ വിഷമിപ്പിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ പല പ്രാവശ്യം 1-2 പ്രാവശ്യം പാടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ആ പ്രോഗ്രാം ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് ഞങ്ങൾ പിക്ക് ചെയ്യാണ്. സോ ഇവരുടെ പഴയ കലാലയ ജീവിതത്തിലേക്ക്, പൗലോസേട്ടന്റെ അജി ചേച്ചിയുടെയും പഴയ കലാലയ ജീവിതത്തെ ഓർത്തുകൊണ്ട് ഒരു ചെറിയ കവിത, അത് പ്രത്യേകമായിട്ട് സ്കൂൾ ജീവിതത്തിലും കലാലയ ജീവിതത്തിലൊക്കെ കവിതകളും കഥകളും എഴുതിയിട്ടുള്ള ഒരാൾ എഴുതിയതാണ്. അത് ചെറിയൊരു കവിതയായിട്ടോ പാരഡി ആയിട്ടോ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഞങ്ങളിൽ നിന്ന്. ഓക്കെ, ആദ്യമായിട്ട് പൗലോസ് ചേട്ടനും ചേച്ചിക്കും 25th വെഡിങ് ആനിവേഴ്സറിയുടെ എല്ലാവിധ ഭാവങ്ങളും. ഇതൊരു ഡ്യൂട്ടി കേട്ടോ. ഇത് എന്റെ മകൻ പറഞ്ഞ പോലെ, ഞങ്ങളുടെ മകൻ പറഞ്ഞ പോലെ മമ്മി കവിത പറയാൻ തുടങ്ങുവാണെങ്കിൽ എല്ലാവരും ഉറങ്ങിപ്പോകും. അതുകൊണ്ട് ചില സ്റ്റാൻഡ്സ് മാത്രമേ പിക്ക് ചെയ്തിട്ടുള്ളൂ. ഇതൊരു ഓർമ്മക്കുറിപ്പാണ് കോളേജ് ലൈഫിനെ പറ്റി. അതിൽ പറയുകയാണെങ്കിൽ കുസൃതിക്കേടുകൾ മാത്രമേ പിക്ക് ചെയ്തിട്ടുള്ളൂ. നല്ല ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കിയ ഒരു നാൾ കോളേജ് ലൈഫിലേക്ക് തനിയൊരു ഗെമ ഹൗസായി നടന്നിരുന്ന കാലം, ഓടിമറഞ്ഞു പോയ കാലത്തിന് പറയാനുണ്ട് 1000 ജയാപജയത്തിൻ കഥകൾ. ഒരു ചെറു കുളത്തിൽ നിന്നും ഒഴുകിയ തവളയായി ഈ ലോകമൊന്ന് നോക്കി കാണാൻ തുടങ്ങവേ പെട്ടെന്ന് പോയ എന്റെ നാളുകൾ ഇതിലെ ഒട്ടൊന്നും മായാത്തതല്ലോ അനുഭവങ്ങൾ. ഓടുന്ന വണ്ടിയിലെ ക്രൂരാന്യായങ്ങളോ അതോ ഒന്നാടി നടന്ന് ഷൈൻ ചെയ്യാനുള്ള ഗുരുമോഹമോ നിത്യം പ്രദർശനം ചെയ്ത ആത്മനിർവൃതിയടയാൻ നിതാന്തമായി ഞങ്ങൾ തഴഞ്ഞിരുന്നത്. പങ്ക്ച്വാലിറ്റിയൊട്ടു ലേശം മേശിടാതെയായി പതിവായി എന്നും ക്ലാസ്സിലെത്തി കുമാരികൾ പതിവൃത്യങ്ങൾ ചെയ്തു തുടങ്ങവേ സമയമാകും പൊതിച്ചോറ തഴിച്ചു വിഴങ്ങുവാൻ. ഉച്ചയൂണ് കഴിഞ്ഞ് മയങ്ങുന്ന നേരം ഉച്ചഭാഷണി കണക്കെ ഗുരുഭൂദേവൾ ക്ലാസ് എടുക്കും. ഉറക്കമൊഴിഞ്ഞ് ബുക്കൊന്ന് എടുക്കുമ്പോഴേക്കും 4 ആകും. ഉറക്കച്ചടവും മാറ്റാൻ പൗഡർ ഇട്ട് തിരികെയായി. ജീവകോശം വിഭജിച്ച മിസ്സിനെ മണിയടിച്ചും പെൻഡുലമാട്ടുന്ന മിസ്സിനെ നോക്കി ചിരിച്ചും സോൾട്ട് തരുന്ന മിസ്സിൻ തഴഞ്ഞെടുത്തുമായി റെക്കോർഡ് 4നും സൈനൊന്ന് വാങ്ങി. അധ്യയനം ഒരു സൈഡ് ബിസിനസ് അല്ലോ. അറുഭാഷലർമേയും സുഹൃദാലയങ്ങളിൽ അംഗത്വം ആദ്യം നേടിയ ബിരുദരവർ കുമാരന്മാർ മടക്കുപുത്തവും കയ്യിലേന്തി നീങ്ങിടുന്നു. വന്ധ്യമാം ഗുരുഭൂതരോടൊപ്പം മധ്യമായത്താക്കിയും മാതാപിതാവ് തൻ ചോരനീരായി കിട്ടുന്ന ഫീസിനാൽ പാരഡി കാസറ്റും ലഹരി പാനീയ പദാർത്ഥങ്ങളും വാങ്ങി ന്യൂൺ ഷോയും കണ്ട് ഇക്കൂട്ടർ നടക്കുന്നു. പൈതഗോറസിൻ തിയറവും ഡാർവിന്റെ സിദ്ധാന്തവും ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും ത്യജിച്ചവർ പിറന്ന പാടുരുളുന്ന നടിയുടെ ചിത്രവും ചരിത്രവും വാങ്ങി പഠിക്കുന്നു, പാഠ്യവിഷയങ്ങളായി കരുതുന്നു.